ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ സി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഷോപ്പിലെ ക്രോപ്പ് ടോപ്പ് ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ക്രോപ്പ് ടോപ്പിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് ഫ്രണ്ട് പീസ് നെക്ക് അറ്റാച്ചായിട്ട് ക്രോപ്പ് ടോപ്പ് ചെറിയ ഡൗൺ വശത്ത് ചെറിയ വർക്ക് ഇതുപോലെയുള്ള മുത്തുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കിലേക്ക് പോകാം. ഇതിൻ്റെ ബാക്ക് പീസാണ് കാണുന്നത്. ശരിക്കും ക്രോപ്പ് ടോപ്പിന് ഫ്രണ്ടിൽ വർക്ക് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ. പക്ഷേ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഫ്രണ്ടിൽ അതുപോലെയുള്ള തൊങ്ങൽ വെക്കണം എന്നുള്ള മണികൾ വെക്കണം എന്നുള്ള ആവശ്യപ്രകാരം അത് മാറ്റിയിട്ട് ബാക്കിലേക്ക് ഈ വർക്ക് കൊടുത്തു. ബാക്കിലും ഇതുപോലെ തന്നെ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള വർക്കിലേക്ക് പൂർത്തിയായിട്ടും ഇന്നവരെയുള്ള വീഡിയോകൾ കാണാം. എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചെറിയ ചെറിയ ഇതാണ് ഡ്രസ്സുകളാണ് ചെയ്യുന്നത്, ചില ഭാഗങ്ങൾ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അമർത്തിയ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ ഐഡിയിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കേ. കണ്ടോ, മുത്തുകൾ ഓരോന്നും സെപ്പറേറ്റ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ മുത്തിൽ ശരിക്കും പ്രഷർ പൊട്ടർ തട്ടിയിട്ട് സൂചി തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചി പൊട്ടിപ്പോവും. ഇപ്പോൾ ഏകദേശം ഒരു ഡ്രസ്സ് കഴിയുമ്പോഴേക്കും ഒരു 5 സൂചിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അത് കണ്ടിട്ട് വേണം കസ്റ്റമറോട് ചാർജ് പറയാൻ. അല്ലാതെ ഞങ്ങളുടെ സൂചി പൊട്ടിപ്പോയി കസ്റ്റമർ ചാർജ് തരണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അത് സ്വാഭാവികമാണല്ലോ എന്ന് പറയും. പക്ഷേ ഇത്തരം വർക്കുകൾ എടുക്കുമ്പോൾ ചാർജിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വർക്ക് എടുക്കുന്നതിന്. അത് വളരെ ശ്രദ്ധാപൂർവം വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കണം. ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ അർത്ഥം ഏകദേശം ടൈലറിങ് അറിയുന്നവർക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ശ്രമിച്ചു നോക്കാവുന്നുള്ളത്. സ്വന്തം കുട്ടികൾക്ക് തന്നെ ആദ്യം ശ്രമിച്ചു നോക്കുക, എന്നിട്ട് വേണം പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്തരം ഡ്രസ്സുകൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്? വലിയ ഷോപ്പിലേക്ക്, തൃശ്ശൂർ വലിയ ടൗണിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000, 1500 ചാർജ് മേടിക്കുന്നത് നമ്മൾ 1000 മേടിക്കണോ 1200 മേടിക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ നന്നായിട്ട് കസ്റ്റമർക്ക് ബോഡി ഫിറ്റായിട്ട് വരണം. അതുപോലെ അവർ വിചാരിച്ച പാറ്റേണിലുള്ള ഡിസൈനിൽ വരണമെന്ന് മാത്രം. അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡിൽ നെഗറ്റീവ് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോന്ന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരടുത്ത് പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, സ്റ്റോണുകളെല്ലാം വെട്ടിക്കളയുന്നത് കത്രികയുടെ ഷാർപ്നെസ് പോവും ഫ്രണ്ടിലെ. അപ്പോൾ ഒരു ഡ്രസ്സ് കഴിയുമ്പോഴേക്കും നമ്മളെ ഇതെല്ലാം കത്രിക അതുപോലെ മെഷീൻ്റെ ഇത് അടിയിൽ മുത്തുകളെല്ലാം വന്നിട്ടുള്ളതുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് മുത്തുകൾ മെഷീനിൽ കാണാം. അപ്പോൾ ഇത്രയും റിസ്ക് പിടിച്ച വർക്കുകളാണെങ്കിലും ഏറ്റെടുത്തിട്ട് ചെയ്യാൻ സാധിക്കണം നമുക്ക്. അത് പ്രാക്ടീസിലൂടെ, പരിശീലനത്തിലൂടെയാണ് കൂടുതൽ സാധിക്കുകയുള്ളൂ. അതുകൂടെ പരിശീലനം അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ഇങ്ങനെ ഇടുന്നത്. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇത് ചിന്തിക്കുന്നവർക്ക്, ഇതിപ്പോൾ 100 ആൾ കാണുമ്പോൾ 2 പേർക്ക് ഇത് ഉപയോഗപ്പെട്ടാൽ മതി. അത് നമുക്ക് ഒരു സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്യാനും മറ്റേ ടൈലറിങ് അറിയുന്നവർക്ക് ഷെയർ ചെയ്യാനും ഇനി പഠിച്ചു വരുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും ഷെയർ ചെയ്യുക. നമുക്ക് ഡ്രസ്സ് പൂർത്തിയായിട്ട് കാണിക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ക്രോപ്പ് ടോപ്പ് പഫ് സ്ലീവ് വെച്ചിട്ടുള്ള ക്രോപ്പ് ടോപ്പ് പൂർത്തിയായിരിക്കുന്നതാണ്. ചെറിയ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും അതിൽ സ്റ്റോൺ ഉള്ളതുകൊണ്ട് എല്ലാം മാറ്റിയിട്ട് അത് വെച്ച് പിടിപ്പിക്കേണ്ട ചുമതല ഉണ്ട്. കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ചെയ്യാം. താഴത്തേക്ക്
ചെറിയ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലേസല്ല, ഇങ്ങനെ മണികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. മണികളായിട്ടുള്ള ലേസാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ സിപ്പർ വെച്ചിട്ടില്ല, സൈഡിലാണ് സിപ്പർ വെച്ചിരിക്കുന്നത്. ഇൻവിസിബിൾ സിപ്പർ വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വർക്ക് വന്നിട്ടുണ്ട്. ഈ വർക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് എഫക്റ്റ് അല്ല, ഈ മുത്തുകൾ എഫക്റ്റ് അല്ല, ഇങ്ങനത്തെ മുത്തുകൾ എഫക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് വർക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തിരിച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ആ ക്ലോത്ത് തുണി നമ്മൾ ഡ്രസ്സിന് ആ കുട്ടിക്ക് രൂപപ്പെടുത്തേണ്ടത് എന്നുള്ള ചിത്രം ഡിസൈനർക്ക് ഉണ്ടാവണം, സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കും ഉണ്ടാവണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കസ്റ്റമർ എല്ലാം പറഞ്ഞു തരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടെങ്കിൽ തുണി എടുത്തിട്ട് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഡിസൈനർമാരെ കൊണ്ട് ഡ്രസ്സ് ചെയ്യുന്നവരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ടൈലർമാരുടെ അടുത്ത് കൊണ്ടുവരാൻ കസ്റ്റമർ തയ്യാറാവും. ഇല്ലെങ്കിൽ അവർ അന്യസംസ്ഥാനത്തു നിന്ന് പുറത്തുനിന്ന് വരുന്ന റെഡിമെയ്ഡ് ഡ്രസ്സുകളെ തേടിപ്പോവും. അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകൾ എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ, ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മുടെ പുതിയ മോഡലായിട്ടുള്ള ഡ്രസ്സുകൾ, വേറെ വീഡിയോസ്, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വീഡിയോസ് എല്ലാം നമ്മുടെ അസി വ്ളോഗ്സ് എന്ന ചാനലിൽ വരുന്നുണ്ട്. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും. 100 പേരിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 100 പേരിൽ 2 പേർക്കെങ്കിലും ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ഈ വീഡിയോ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇത്രയും വർക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും യൂട്യൂബിലൂടെ അത് ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ പറ്റും. തുന്നൽ കഴിഞ്ഞിട്ടില്ല, ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.